ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ BGMI ആണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവിടെ BGMI എടുത്തിട്ടുണ്ട്. നമുക്കൊരു റാൻഡം ടീമേറ്റിനായിട്ട് കളിക്കാം. ഇവിടെ ഒരു ടീമേറ്റ് ഇട്ടിട്ടുണ്ട്. ടീമേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാച്ച്. അപ്പോൾ നമ്മളിന്ന് റാങ്കിലാണ് കളിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇവിടെ മാച്ച് ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൈം പിടിക്കണ്ടല്ലോ. മാച്ച് ലോഡായിട്ടുണ്ട് ഗൈസ്. നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് പോകാം. നമ്മൾ സ്പോൺ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മാപ്പൊക്കെ നോക്കാം. നമുക്ക് ഇവൻറ്റിൽ ഇറങ്ങാം. മറ്റേ ഇവൻറ്റിൻ്റെ ഡേ പക്ഷെ മാർക്കറ്റ് നൈറ്റ് ആണെങ്കിലും പക്ഷേ ഡേ തന്നെ ഇറക്കുള്ളൂ ടീമേറ്റ്. നമ്മളിവിടെ പ്ലെയിനിലിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവൻറ്റിലേക്ക് തന്നെ ഡ്രോപ്പ് ചെയ്തിറങ്ങാം. ഇവിടെ മറ്റേ ചീവിടേൻ്റെ സൗണ്ട് അവിടെ ഇച്ചിരി പ്രശ്നമാണ് ഗൈസ്. അത് മഴ പെയ്തിട്ട് ഫുള്ള് ചീവീടാണ് ഇവിടെ ഏരിയയിൽ. അതുകൊണ്ട് ഇച്ചിരി സീനാണ്, സോറി. അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവൻറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. എല്ലാവരെയും ഞാൻ മ്യൂട്ട് ചെയ്യണം. ഒരു മനസ്സുഖം. എല്ലാവരും ബംഗാളികളാണ്. ഇയാളുണ്ട് ശീല ഇവൻറ്റിൻ്റെ അടി കൂടെ കോറിക്കർക്ക്. ഇതാണ് ഞാൻ റാൻഡം ടീമേറ്റിൻ്റെ ഒപ്പം ഇറങ്ങാത്തത്. റാൻഡം ടീമേറ്റിൻ്റെ ഒപ്പം ഇറങ്ങിയാൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തന്നെ ഇറങ്ങണം. ചിലപ്പോൾ ഈ ടീമേറ്റ് പൊട്ടനായതുകൊണ്ട് ആവാം. നമ്മളുടെ 3-ാം നമ്പർ ഇവൻറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ചട്ടിട്ട് പൊച്ചിങ്കിയിലിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ലൂട്ടടിക്കാം. അവിടെ കുറച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു എനിമി തോക്കുണ്ടല്ലോ. ബോട്ടായാൽ മതിയായിരുന്നു. ഗൈസ് ബോട്ടാണ്. ബോട്ട് കത്തി കൊണ്ട് കൊന്നിട്ട് തോക്കെടുക്കാം. ടീമേറ്റ് ഒന്നും വന്നെടുക്കാണ്ടിരുന്നാൽ മതി തോക്ക്. ടീമേറ്റ് ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഭാഗ്യം. നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്യണ്ട. മറ്റേ ഫസ്റ്റ് എയ്ഡ് HP യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ അത്രയ്ക്ക് യൂസ്ഫുൾ അല്ലല്ലോ. അപ്പം ഞാനൊരു സോഡിയം പെയിൻ കില്ലറും കഴിച്ചിട്ടുണ്ട്. ഇപ്പം കോറിയിലേക്ക് പോവാണ്. ആ സൈഡിൽ 2 വെയർ ഹൗസ് ഉണ്ട്, അത് ലൂട്ട് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ടീമേറ്റ് ലൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതും കൂടി ഉള്ളു. ഞങ്ങളൊരു പെയിൻ കില്ലർ കഴിക്കുന്നുണ്ട്. അവിടെ നിൽക്കണ 2 വെയർ ഹൗസ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് ലൂട്ടടിക്കാം. ഈ വെയർ ഹൗസിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഈ വെയർ ഹൗസിൽ ലെവൽ 2 വെസ്റ്റ് കിട്ടി, അല്ലാണ്ടൊന്നുമില്ല.
നമുക്ക് അപ്പുറത്തെ വെയർ ഹൗസിലൊന്ന് ചെന്ന് നോക്കാം. ഒരു നീഡ് കിട്ടിയിട്ടുണ്ട്, പിന്നുള്ള റിവോൾവർ, പിന്നൊന്നുമില്ല. അവിടെ 3x കിട്ടിയിട്ടുണ്ട് ഭാഗ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കോപ്പ് 3x ആണ്, അതുകൊണ്ട് സീനില്ല. പക്ഷെ ടോക്ക് സെറ്റല്ല, അതാണ്. അവിടെ ഒരു പിസ്റ്റല് എടുക്കണ്ടായിരുന്നു, അതിൻ്റെ അമ്മഞ്ഞടുത്ത് UMPയുടെ. അതിൻ്റെ മുകളിൽ ചെന്നിട്ട് റൂട്ടടിക്കാം. ഇവിടെ കുറച്ചും കൂടി UMPയുടെ ആമ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിയിലേക്ക് ചാടിയിട്ടുണ്ട്, ചാടട്ടെ. നമ്മൾ അടിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് ലൂട്ട് ചെയ്ത് വെക്കാം. ടീംമേറ്റൊക്കെ അവിടെയാണല്ലോ. പറ്റി നമുക്ക് ടീംമേറ്റിൻ്റെ അടുത്തേക്ക് പോവാം. ഈ ടവറൊന്ന് ലൂട്ട് ചെയ്യാം. ഇവിടെ കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ട് UMPയുടെ ആമോ. ഈ 2 വീട് ലൂട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ട് ഒന്നും കൂടി ലൂട്ട് ചെയ്യാം. റെഡ് ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഓവർ മറ്റേ ഹോളോ മാറ്റിയിട്ട് റെഡ് ഡോട്ടാക്കാം. റെഡ് ഡോട്ടാണ് നല്ലത്. അവിടെ ഒരു എയ്ഡ് കിറ്റ് ഇരിക്കുന്നുണ്ട്, കളിക്കേണ്ട ആവശ്യമില്ല. അവളെ ടീംമേറ്റ് ഉണ്ട്, ടീംമേറ്റിൻ്റെ അടുത്ത് കൂടെ വണ്ടി പോയിട്ട് വണ്ടീനെ വെടിക്കാണ്ട് പോണോക്കിയേ. ആ വണ്ടിയിലത്തെ ആൾക്കാർക്ക് ഇറങ്ങിയിട്ട് ടീംമേറ്റിനെങ്കിലും വെടിവെച്ചൂടെ. നമുക്ക് കാപ്പി ഗെയിമിങ്ങിൻ്റെ ഫേവറേറ്റ് ഒക്കെ വെച്ചിട്ടൊന്ന് വെടിവെച്ച് നോക്കാം. ഡാമേജ് വേണ്ട ഗൈസ്, ഡാമേജ് വേണ്ടായിരുന്നു. അവിടെ ഒരു എനിമി ഉണ്ട് ഗൈസ്, നേരെ പുഷ് ചെയ്യാൻ പോവാണ്. ബോട്ടായിരുന്നു എന്നാണ് തോന്നുന്നത്, ചിലപ്പോൾ പ്ലെയർ ആയിരിക്കും. അതിൻ്റെ പിന്നെ ഇയാളിനായിരുന്നില്ലല്ലോ സ്കോപ്പ് ഇട്ടപ്പോൾ കണ്ടേ. എനിക്ക് തോന്നുന്നു അവിടെ എടുത്തിട്ടുണ്ടെന്ന്. ചിലപ്പോൾ അയാൾ തന്നെയാവും സ്കോപ്പ് ഇട്ടപ്പോൾ കണ്ടത്. അയാൾ തന്നെയായിരുന്നു സ്കോപ്പ് ഇട്ടപ്പോൾ കണ്ടത്. ആളെ ലൂട്ടടിക്കാം. ഇവിടെ M7 കിട്ടിയിട്ടുണ്ട്. ഈ ടോക്കിന് പകരം M7 എടുക്കാം ഗൈസ്. M7 ആണെങ്കിൽ ഉണ്ടാവില്ല. നമുക്ക് ഈ M7 ആണെങ്കിൽ പിന്നെ ഭയങ്കര റീകോയിലല്ലേ, റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആകെയുള്ളത് UMP റേഞ്ചിലും വലിയ കാര്യമില്ല. നമുക്ക് ഈ ടോക്കൻ എടുക്കാം. അവിടെ മറ്റേ മ്യൂസിക്കൽ നോട്ടിൻ്റെ സാധനം ഉണ്ടല്ലോ, അതൊന്ന് പോയി ചെയ്ത് നോക്കാം. ഇതുവരെയായിട്ട് ഈ മ്യൂസിക്കൽ നോട്ടിൻ്റെ സാധനം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ ഫ്രണ്ടിന് വന്നില്ല, അതൊന്നും കണ്ടില്ല. അതല്ല UMP വെച്ചിട്ട് അതും ആയിരുന്നില്ലേ. അതുമല്ലേ പിന്നെ ഇത് ഏതായിരുന്നു
ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുറച്ച് ഫ്രണ്ടിലേക്ക് അത് രണ്ടും കറക്റ്റാണ്. അത് കറക്റ്റല്ലല്ലോ. കുറച്ച് ഫ്രണ്ടിൽ നിന്നിട്ട് വെച്ചേക്കാം. പിന്നെ അത് കറക്റ്റായില്ലോ. ഇവിടെ നമുക്ക് ലൂട്ടടിക്കാം. M4 ഇട്ടിൻ്റെ M4 എടുക്കാം നമുക്ക്. ഫുൾ മെഡിക്കിറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. അതാവശ്യമില്ല. ഒരെണ്ണം തന്നെ ധാരാളം. അപ്പം നമുക്ക് ടീമേറ്റിനെ റീകോൾ ചെയ്യാൻ പോവാം. അതിൻ്റെ ഈ മാപ്പ് ഒന്ന് നോക്കാം. മാപ്പിൽ എവിടെയാണ് ലൂട്ടെന്ന് അറിയാലോ. ഇവിടെ അടുത്തൊന്നുമില്ല. അപ്പം നമുക്ക് ടീമേറ്റിനെ പൊക്കാൻ ഉണ്ടാവുക 1-ാം നമ്പറിൻ്റെ അടുത്ത് ഇനിയുണ്ട്. ഇതല്ലോ അതറിയാണ്ട് മാർക്ക് ചെയ്തതാണ് ഗൈസ്. രണ്ടാളും ഇവിടെ ലൂട്ട് ചെയ്യാണ്. എല്ലാം ബാക്കിയുണ്ടോ നോക്കാം ഗൈസ്. ഒന്നും ബാക്കിയില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ടീമിനെ റീകോൾ ചെയ്യട്ടെ ഗൈസ്. അപ്പം നേരെ പോവാണല്ലോ. ഞാൻ റീകോൾ ചെയ്യാൻ പോവാണ് ടീമേറ്റിനെ. നമുക്ക് റീകോൾ ചെയ്യണവരെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. വെയിറ്റ് ചെയ്യാൻ അവർ പോയി ഗൈസ്. ഞാനും പോട്ടെ. പെട്ടെന്ന് സോൺ കയറണം. അടുത്ത സോൺ വരുന്ന തന്നെ കയറണം ഗൈസ്. അല്ലെങ്കിൽ ഭയങ്കര ഡാമേജ് ആവും. അവിടെ ഉണ്ടായിരുന്ന വണ്ടി അവർ കൊണ്ടുപോയാ. രണ്ടാൾക്കാരും 2 വണ്ടിയിൽ പോയി. സെറ്റ്. 4-ാം നമ്പർ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ചത്തുല്ലോ. 1-ാം നമ്പറും ചത്ത വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇവരെന്താണ് കളിക്കറിയില്ലേ? വണ്ടി നിർത്താണ്ടാണ് എത്ര വേഗം ഇവരിറങ്ങുന്നത്. നമുക്ക് അവരെ റീവൈവ് ചെയ്യാൻ പോവാം ഗൈസ്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതി കളയാം. ആവശ്യമില്ലാത്തതായിട്ടൊന്നുമില്ല ഗൈസ്. ഒരു പെയിൻ കില്ലർ കഴിക്കാം. പെയിൻ കില്ലർ അവര് ചാവാറായി ഗൈസ്. എത്തുമ്പോഴേക്ക് അവർ ചത്തുണ്ടാവും. നമുക്ക് നോക്കാം ഗൈസ്. അവിടെ ഒരു വണ്ടി എടുക്കേണ്ട ഗൈസ്. അതെടുത്തിട്ട് ടീമേറ്റിൻ്റെ അങ്ങോട്ട് പോവാം. അവരെ റീവൈവ് ചെയ്യാനൊന്നുമില്ല. അവരെ പെറ്റി വരാൻ പോവാം. അത്രല്ല. ചിലപ്പോൾ ഫ്ലയർ ഉണ്ടെങ്കിൽ അവരുടെ ഉണ്ടായിരുന്നു. അവൻ്റെയായിരുന്നു. അവർ രണ്ടാളും ഇവിടെയാണല്ലോ ചത്തിറക്കണം. ഒരാളുടെ പെറ്റി ഇവിടെ, മറ്റാളുടെ പെറ്റി ഇവിടെ. രണ്ടുണ്ട്. ആരെങ്കിലും വരുന്ന ഇടിച്ചിട്ടാ. ഫ്ലയറിൻ്റെ മോയും നമുക്ക് ചിലപ്പോൾ ഇട്ടുണ്ടാവും. അവർ രണ്ടാളും
പെട്ടെന്ന് തന്നെ ഓടിപ്പോയി വണ്ടി എടുത്തിട്ട്. നമുക്ക് സോണിൽ തന്നെ ഫ്ലെയർ ഇടാൻ കഴിച്ചു. ഇതാണെങ്കിൽ എനിമി അത്രയ്ക്ക് ഉണ്ടാവില്ല സോണിൽ. സോണിക്ക് ഇപ്പം ആരും കയറിയും വരില്ല. ഫ്ലെയർ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ കാത്തിരിക്കാം ഫ്ലെയർ വരുന്നതിൻ്റെ. ഗൈസ്, ഞാനല്ലേ കുറച്ച് ദിവസം മുമ്പ് ഒരു കളി കളിച്ചതാ. അതിൽ ഞാൻ ഈ ഷോപ്പിന് ഫ്ലെയർ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെടിവെച്ചപ്പോൾ വന്നത് മറ്റേ മിലിറ്ററി ബേസിൽ ഉണ്ടാവുന്ന ഒരു വണ്ടിയില്ലേ, അത്. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ എനിമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീംമേറ്റ് എൻ്റെ അടുത്തേക്ക്. അപ്പോൾ വണ്ടിയാന്ന് കണ്ടപ്പോൾ ഒന്നുണ്ടായിരുന്നില്ല. ഇത് വണ്ടിയാണല്ലോ. അപ്പോൾ ഇതാ എല്ലാവരും വണ്ടി, വേറെ ഒന്നുമില്ല. ഞാനും എൻ്റെ ടീംമേറ്റും ആ കളിയിൽ ഡീലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. AWM AMR ഗ്രോസ ആണെങ്കിൽ എനിക്ക്, ബാക്കി എന്താണെങ്കിലും അവന്. MG3 ഇല്ലേ, ഈ M249നെക്കാളും കുറവ് ഡാമേജേ ചെയ്യുള്ളൂ, അറിയോ ഗൈസ്? പക്ഷേ M249 MG3യുടെ അത്രയ്ക്ക് റേറ്റ് ഓഫ് ഫയർ ഇല്ല. അതുകൊണ്ടാണ് ആൾക്കാർ MG3 എടുക്കണം. 3 നമ്പർ ടീംമേറ്റിനൊക്കെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ടീംമേറ്റിൻ്റെ അടുത്തേക്ക് ഇടാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അവിടെ ഒരുത്തുണ്ടല്ലോ, ഒരുത്തുണ്ട്. അവിടെ ടീംമേറ്റിനെ മാർക്ക് ചെയ്യാം. 2 ഇടിക്ക് ചത്തു. ഒരു ഹെഡ് ഷോട്ടും ഒരു ബോഡി ഷോട്ടിന് അവൾ ചത്ത്. റഷ് ചെയ്യാൻ ഗൈസ്, UMP എടുത്തിട്ട്. ചിലപ്പോൾ ടീംമേറ്റ് ഉണ്ടാകും. നോക്കാവാൻ ചെയ്ത ഇവിടെയാണ് അവരുള്ള ടീംമേറ്റ് ഉണ്ടായിരുന്നു. ഭാഗ്യം. ഒരു സ്നൈപ്പർ ഉണ്ടായിരുന്നെങ്കിൽ നന്നാവും ആയിരുന്നു. സ്നൈപ്പർ സ്നൈപ്പറൊന്നും കിട്ടിയില്ല എനിക്ക്. സീന് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? മലയുടെ മുകളിൽ വല്ലവരുണ്ടോ നോക്കാം. മലയുടെ മുകളിൽ ആളുണ്ടോ? 4 നമ്പറിൻ്റെ അടുത്തേക്കാണ്. അവിടെ ഒരു ബഗ്ഗി എടുക്കണ്ടല്ലോ, എനിമി ഉണ്ടാവും. ചിലപ്പോൾ വന്ന് പോയിടും. മലയുടെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? അവിടെ ആളുണ്ടായിരുന്നോ? ഞാൻ കണ്ടപ്പോഴേക്ക് ആളെന്നെ ഇടിച്ചു.
കാർ 98 അല്ലെങ്കിൽ M24 ബോഡി ഷോട്ടിന് ഇത്രയ്ക്ക് ഡാമേജ്. ഇനി പാമ്പായിട്ട് കുറച്ച് ദൂരം പോവാ, ഇനി ഇരിക്കുക, എന്നിട്ട് നേരോടാ, വേറൊന്നും ചെയ്യല്ല. 1 നമ്പറിൻ്റെ പിന്നാലെ പോവാ. കവറാണ്, ഇനി എങ്ങടെങ്കിലും പോവാണെങ്കിൽ ഒരു കവറിൽ വാങ്ങും. അപ്പം മലയുടെ മുകളിൽ നിന്ന് സ്കോപ്പ് ഇടുന്നുണ്ടല്ലോ, ഓപ്പൺ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ അവനെ കണ്ട, ഇപ്പം അവനവിടെ ഇല്ലല്ലോ, മാറിണ്ടാവും. മലയുടെ മുകളിലൊന്ന് സ്കോപ്പ് ഇട്ട് നോക്കാം, നമ്മളൊരു സമാധാനത്തിന്. അവിടെ ഒന്നും കാണാനില്ലല്ലോ ഇതിന്. അവിടെ ഡ്രോപ്പ് ഉണ്ടല്ലോ, അതിലുണ്ടല്ലോ നോക്കാം. ഡ്രോപ്പ് ഇല്ലല്ലേ, ജീപ്പറിന് വയസ്സ് പെട്ടെന്ന് കണ്ടപ്പോൾ ഡ്രോപ്പ് പോലെ തോന്നിയിട്ടാവും. പെട്ടിയിലുണ്ടല്ലോ നമുക്ക് നോക്കണം. അവന് ഉണ്ടോയെന്നറിയില്ല. പെട്ടെന്ന് ആ പെട്ടിയിലുണ്ടോയെന്ന് നോക്കാം. കാര്യമായിട്ടൊന്നുമില്ല, ഒന്നുമില്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് സോൺ വരാറായിട്ട് വേഗം സോൺ കയറാൻ നോക്കും വേണം. അയാൾ എവിടെയാണെന്ന് അറിയില്ല, ഇതാണ് പ്രശ്നം. ഇനി അവിടെ 3 നമ്പറിൻ്റെ ചെയ്യണ അറിയില്ല ഗൈസ്. നമുക്ക് നേരെ ഇച്ചിരി സോൺ കയറാൻ നോക്കാം. 3 നമ്പറിന് ഒക്കെ ഉണ്ട്. മലയാളം മുകളിൽ ഉണ്ടാവാന്നാണ് തോന്നുന്നത് ഗൈസ്. വളരെ കാണാനില്ല, പെട്ടെന്ന് സോൺ കയറാം. അവിടെ കൂടെ എടുത്ത് ഇറങ്ങിപ്പോണ പോലെ തോന്നില്ലോ. സോൺ കയറിയിട്ട് നോക്കാം. ഇവിടെ പറഞ്ഞും കാണാനില്ലല്ലോ. ടീമേറ്റ് ബഗ്ഗി ഇട്ടുണ്ട്. ടീമേറ്റ് കൂട്ടാണ്ട് പോയി. സോൺ കടന്നിട്ട് അവർ നിൽക്കുന്നുണ്ട് ടീമേറ്റ്. കുറച്ച് ഹീൽ ചെയ്യാം. ഇയാളിപ്പോൾ എങ്ങടാ കൊണ്ടാണ്, സോണിൻ്റെ ഉള്ളിലേക്കാണ് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇയാൾ കൊണ്ടാണ്, അല്ലല്ലേ? സോൺ കയറിയില്ലേ, വണ്ടി നിർത്തേ, ഇവിടെ ഇറങ്ങാ. ഇയാളിപ്പോൾ എങ്ങോട്ട് പോകാനാണ്? ഇടയ്ക്കൊക്കെ സോൺ കയറിയത് മതി. ഭ്രാന്ത്, ഇയാളെങ്ങടാണ്? നാലാം നമ്പർ നോക്കായി. നാലാം നമ്പർ ചത്ത്. 2v11 സിറ്റുവേഷൻ.
ഇവിടെ കുറച്ച് നേരം ക്യാമ്പ് ചെയ്ത് നിൽക്കാം. ഈ 1-ാം നമ്പറിന് ഇപ്പം ഇങ്ങോട്ട് പോകാനാണ്. ഇയാളെന്നെ കൊണ്ടുപോയി കൊല്ലൂട്ടെ ഈ വണ്ടിയിൽ പോയിട്ട്. ഒരു ബിൽഡിങ്ങിന് ഒരു അത്യാവശ്യം കളിക്കറിയാൻ ആൾക്ക് ഒരു ബഗ്ഗീന് 2 ആൾക്കെന്നെ കൊല്ലാൻ പറ്റും. ബഗ്ഗിക്ക് അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അവിടെ എനിമിയുണ്ടല്ലോ. ഇയാള് വണ്ടിയും നിർത്തൂല, ഒന്നും ചെയ്യൂല. നിർത്ത് ഇവിടെങ്കിലും നിർത്തിയല്ലോ. ഇത് ഭാഗ്യം. പക്ഷേ ഫുൾ സ്ക്വാഡ് ഗില്ലി ചൂട്ടൊക്കെ ഫുൾ സ്ക്വാഡ്. ഭ്രാന്ത്. UMP അടിക്കുമ്പോഴേക്കും ചത്ത്. ഇയാളാണെങ്കിൽ വണ്ടി കൊണ്ടുപോയി ഇടിച്ചപ്പോൾ ഡാമേജ്, സോണിൻ്റെ ഉള്ളിൽ നിന്ന് ഡാമേജ് എല്ലാവരും കൂടിയിട്ട് 10 HP ആയിരുന്നു. ഭ്രാന്ത്. റാങ്ക് പുഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ നിർത്താണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതേ കാണുക. നല്ലൊരു വീഡിയോ ആണ്. അതിൽ ലിബിക്കാണ് കളിക്കുന്ന. ഇതേ റാങ്കിലായിരുന്നു. അപ്പോൾ ശരി ഗായ്സ്, ഇവിടെ കുറച്ച് ക്ലെയിം ചെയ്യാണ്ടല്ലോ. അതും കൂടി ക്ലെയിം ചെയ്യാം. റിഡീം ചെയ്യാണ്ടല്ലോ. കുറച്ച് ദിവസം കൂടി എല്ലാം റിഡീം ചെയ്യണം. എന്നിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. So bye.